നമസ്കാരം. ഇന്ന് നിരവധി ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫുഡ് സപ്ലിമെന്റുകൾ ശരിക്കും ഡെയിലി ഡയറ്റിൽ നമുക്ക് വേണോ വേണ്ടയോ എന്നുള്ളത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ നമുക്ക് കൃത്യമായി നൽകാൻ സാധിച്ചാൽ ഫുഡ് സപ്ലിമെന്റുകളുടെ ആവശ്യം നമുക്കില്ല. കാരണം ഭക്ഷണത്തിൽ നമുക്കെല്ലാം ലഭ്യമാണ്. നിർഭാഗ്യവശാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിരവധി പോഷകങ്ങളുടെ കുറവ് നമുക്ക് കണ്ടെത്താൻ സാഹചര്യമുണ്ട്. അത് പ്രോട്ടീൻ ആണെങ്കിലും വൈറ്റമിൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും ഫൈബർ ആണെങ്കിലും ഗുഡ് ഫാറ്റ് ആണെങ്കിലും ആന്റി ഓക്സിഡന്റ് ആണെങ്കിലും ഇതൊക്കെയാണ് നമ്മളുടെ രോഗകാരണം എന്ന് നമ്മൾ അറിയുക. ജീവിതശൈലി രോഗങ്ങൾ അത് പ്രധാനമായിട്ടും ഉണ്ടാകാൻ കാരണം പോഷകാഹാര കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫുഡ് സപ്ലിമെന്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഭാഗമാക്കിയാൽ ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമസ്കാരം. ഇന്ന് നിരവധി ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫുഡ് സപ്ലിമെന്റുകൾ ശരിക്കും ഡെയിലി ഡയറ്റിൽ നമുക്ക് വേണോ വേണ്ടയോ എന്നുള്ളത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ നമുക്ക് കൃത്യമായി നൽകാൻ സാധിച്ചാൽ ഫുഡ് സപ്ലിമെന്റുകളുടെ ആവശ്യം നമുക്കില്ല. കാരണം ഭക്ഷണത്തിൽ നമുക്കെല്ലാം ലഭ്യമാണ്. നിർഭാഗ്യവശാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിരവധി പോഷകങ്ങളുടെ കുറവ് നമുക്ക് കണ്ടെത്താൻ സാഹചര്യമുണ്ട്. അത് പ്രോട്ടീൻ ആണെങ്കിലും വൈറ്റമിൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും ഫൈബർ ആണെങ്കിലും ഗുഡ് ഫാറ്റ് ആണെങ്കിലും ആന്റി ഓക്സിഡന്റ് ആണെങ്കിലും ഇതൊക്കെയാണ് നമ്മളുടെ രോഗകാരണം എന്ന് നമ്മൾ അറിയുക. ജീവിതശൈലി രോഗങ്ങൾ അത് പ്രധാനമായിട്ടും ഉണ്ടാകാൻ കാരണം പോഷകാഹാര കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫുഡ് സപ്ലിമെന്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഭാഗമാക്കിയാൽ ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും.